ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കോമ്പാക്ട് ലാപ്ടോപ്പിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ ഒരു ലാപ്ടോപ്പിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു റാം പുറത്തേക്ക് എടുക്കാമെന്നാണ് നോക്കുന്നത്. നമ്മൾ ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡാണ് നോക്കുന്നത്. ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ അറിയാം ബാറ്ററി ഇരിക്കുന്ന സ്ഥലമാണ്, ബാറ്ററി ഇരിക്കുന്ന സ്ഥലം. പിന്നെ നോക്കുക, നമ്മളതിൻ്റെ ബാക്കിൽ തന്നെ രണ്ട് എംബ്ലങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. ഒന്ന് ഹാർഡ് ഡിസ്ക്, ഒരു ഹാർഡ് ഡിസ്കിൻ്റെ എംബ്ലം കാണിച്ചിരിക്കുന്നത്. ഇതാണ് മെമ്മറി കാർഡ് ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ റാം ഇരിക്കുന്ന സ്ഥലം. ആ എംബ്ലം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. മിക്ക ലാപ്ടോപ്പുകളിലും ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ആ രണ്ട് സ്ക്രൂ ആണ് അതിൻ്റെ ഉള്ളിലായിട്ടാണ് റാം ഇരിക്കുന്നത്. നമ്മളൊരു ചെറിയൊരു സ്റ്റാൻഡേർഡ് സ്കൂട്ടർ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. വളരെ സൂക്ഷിച്ച് ചെയ്യണം. ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ മെറ്റലിൻ്റെ പീസുകളായിരിക്കും മെറ്റൽ ലാപ്ടോപ്പുകളും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പം നമ്മളതിൻ്റെ കവർ ബാക്ക് സൈഡ് ഊരി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്കർ ഉണ്ട്, നമുക്ക് നോക്കാം. അതിൻ്റെ ഫുൾ ബാക്കിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്രൂവ്ഡ് ബൈ IDE. ഒറിജിനൽ ജപ്പാൻ്റെ പാർട്സുകളാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ ലാപ്ടോപ്പുകളെല്ലാം കൂടി കാണാൻ സാധിക്കുന്ന ഒറിജിനൽ ജപ്പാനിലുള്ള പാർട്സുകളാണ് വരുന്നത്. ജപ്പാൻ ഒറിജിനൽ പാർട്സുകളാണ് വരുന്നത്. ഇനി നോക്കേണ്ടത് രണ്ട് സ്ലോട്ടുകളായിട്ടാണ് മെമ്മറി കാർഡ് കൊടുത്തിരിക്കുന്നത്. മിക്ക ലാപ്ടോപ്പുകളിലും തന്നെ രണ്ട് സ്ലോട്ട് ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്ലോട്ടിൽ മാത്രമാണ് നമുക്ക് ഈ റാം ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ലോട്ടേ ഉള്ളൂ. ഒരു സ്ലോട്ടിൽ, താഴത്തെ സ്ലോട്ടിലാണ് ഇപ്പോൾ മെമ്മറി കാർഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ രണ്ട് സ്ലോട്ടുകളിൽ ഒരു സ്ലോട്ടിലാണ്, താഴത്തെ സ്ലോട്ടിലാണ്. രണ്ട് സ്ലോട്ട് മിക്കവാറും രണ്ട് സ്ലോട്ടുകളിലാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലുള്ള പിന്ന് കണ്ടോ, ഈ രണ്ട് പിന്നാണ് അത് റാമിൻ്റെ സൈഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിലാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. ആ രണ്ട് ലോക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റാം പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. വളരെ സൂക്ഷിച്ച് ചെയ്യണം. ചെറിയൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ട്യൂസറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ആ ലോക്ക് രണ്ട് സൈഡിലേക്കും ആക്കുക. അപ്പോൾ നമുക്ക് ആ മെമ്മറി കാർഡ് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ സാധിക്കും. ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിക്കാൻ ശേഷം ട്യൂസറിന് പതുക്കെ ഒന്ന് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ മെമ്മറി കാർഡ് പതുക്കെ ഒരു സൈഡ് പുറത്തേക്ക് വരും. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പതുക്കെ പുറത്തേക്ക് വന്നു അതിന് ശേഷം രണ്ടറ്റത്ത് പിടിക്കുക. രണ്ടറ്റത്ത് പിടിച്ച് പതുക്കെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് റാം. നമ്മുടെ എല്ലാ ലാപ്ടോപ്പിൻ്റെ അതിരിക്കും വളരെ ചെറിയ ഒരു റാമാണ് വരുന്നത്. ആ റാമിൻ്റെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് കണ്ടോ, അതിൻ്റെ അറ്റത്ത് വരുന്നിരിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അത് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ കുറയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് എൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ റാം നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇതൊരു പഴയ ലാപ്ടോപ്പാണ്. അതുകൊണ്ട് 256 MB DDR3 ആണ് കൊടുത്തിരിക്കുന്നത്. 256 MB DDR3 ആണ്. ഇപ്പോഴത്തെ ലാപ്ടോപ്പുകളിലൊക്കെ നമുക്ക് പറയാം മിനിമം തന്നെ 4 GB ഒക്കെയാണ് വരുന്നത്. എൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് 4 GB ആണ്. ഇതിപ്പോൾ രണ്ടാമത്തെ സ്ലോട്ടിൽ നിന്നാണ് ഞാൻ ഊരിയെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ സ്ലോട്ടിൽ തന്നെ നിർബന്ധമില്ല. ഫസ്റ്റ് സ്ലോട്ടിലിടണമെങ്കിൽ ഫസ്റ്റ് സ്ലോട്ടിലിടാം, രണ്ടാമത്തെ സ്ലോട്ടിലിടണമെങ്കിൽ രണ്ടാമത്തെ സ്ലോട്ടിലിടാം. ഏതിൽ വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ വേറൊരു റാമും കൂടി ഈ DDR3യുടെ 1 GB അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള DDR3 സെയിം തന്നെ ആയിരിക്കണം നിർബന്ധമുള്ളൂ. DDR3 സപ്പോർട്ട് ചെയ്യുന്ന ലാപ്ടോപ്പാണ്. അപ്പോൾ DDR3 അറ്റാച്ച് ചെയ്യുന്ന സെയിം
റാം തന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ സ്ലോട്ടിലാണ് കൊടുക്കുന്നത്. സെയിമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളി പ്രസ് ചെയ്യുക, ആ ലോക്ക് നോക്കി കറക്റ്റായിട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നുള്ള ആ ലോക്ക് കറക്റ്റ് അതിൻ്റെ സ്ലോട്ടിലേക്ക് മാറ്റിയിടുന്നു. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാമിൻ്റെ സ്പീഡ് MP കൂട്ടണമെന്നുണ്ടെങ്കിൽ 2 റാം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതേപോലത്തെ 2 റാം, ഒരു റാം മുകളിലും രണ്ടാമത്തെ റാം നിങ്ങളുടെ രണ്ടാമത്തെ സ്ലോട്ടിലും പിന്നെ 2 സ്ലോട്ടുകളിലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കറക്റ്റായിട്ട് അതിൻ്റെ ലോക്കുണ്ട്, ആ ലോക്കിലേക്ക് അടയ്ക്കുക. ഇനി ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് കറക്റ്റായിട്ട് ആ 2 സ്ക്രൂ കൂടി ടൈറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിന് ആരെങ്കിലും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്ക് ഉപകാരപ്രദമാണെങ്കിൽ നല്ല കാര്യമായിരിക്കും.